എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ നേഴ്സറി ബഡ് റോസിലൊക്കെ ഇതുപോലെ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ മുരടിപ്പ് മാറ്റണം. മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒന്നും കിട്ടത്തില്ല. കമ്പുകൾ കറുത്തു പോകുന്ന ഒരവസ്ഥയും മുരടിച്ച അവസ്ഥയും ഉണ്ടെങ്കിൽ ആ നേഴ്സറി ബഡ് റോസ് പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു നേഴ്സറി റോസ് വാങ്ങുമ്പോഴത്തേനും നമ്മൾ അതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും മിക്ക ആൾക്കാരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കഴുകി വൃത്തിയാക്കിയൊക്കെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്ത് റോസാച്ചെടി കൊണ്ട് അവിടെ വെക്കുക. വെച്ചതിന് ശേഷം മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുമായം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരാഴ്ച ഇവിടെ അങ്ങ് വെച്ചേക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഈ കൊണ്ടുവന്ന റോസയുടെ കുറച്ച് അടിഭാഗത്തെ കുറച്ച് മണ്ണ് മാത്രം ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് അതോടുകൂടി അങ്ങ് നടുക കേട്ടോ. ഒരുപാട് മണ്ണൊന്നും കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാനൊക്കെ ഇതൊക്കെ നട്ടേക്കുന്നത് അങ്ങനെയാണ്. നല്ല രീതിയിൽ റോസാപ്പൂക്കൾ നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് പല കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ റോസാച്ചെടി ഇങ്ങനെ നിലനിന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും റോസാച്ചെടി നശിച്ചു പോകും കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നേഴ്സറി ബഡ് റോസൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ റോസാച്ചെടിയുടെ മുരടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ റോസാച്ചെടിയൊക്കെ നല്ലവണ്ണം പൂക്കളിടാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം ഞാൻ അതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ. കായക്കട്ട വേണമെങ്കിലും എടുക്കാം. എന്നാൽ സാമ്പാറിനകത്ത് ഉപയോഗിക്കുന്ന കായപ്പൊടിയില്ലേ, കായക്കട്ടയാണ്. ഒരു ചെറിയൊരു ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ കായപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം പഴകിയ കായപ്പൊടി ഒന്നും എടുക്കരുത്, നല്ല മണമുള്ള കായപ്പൊടി എടുക്കാവുള്ളൂ. നല്ല മണം വേണം കായപ്പൊടിക്ക്, എന്നാൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കായക്കട്ടയാണ് എടുക്കുന്നതെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കായപ്പൊടി നമ്മുടെ വീട്ടിലുള്ള സാമ്പാർ കായത്തിൻ്റെ പൊടി എടുക്കണം. അത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എഫക്റ്റീവാണ് ചെടികളുടെ പ്രാണികളുടെയും വണ്ടുകളുടെയും ശല്യമൊക്കെ മാറാനായിട്ടും മുരടിപ്പ് മാറാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു സാധനമാണ് ഈ കായപ്പൊടി. ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ഈ കീടങ്ങളൊന്നും ഈ പ്രാണികളൊന്നും അടുക്കത്തില്ല. അത് പെട്ടെന്ന് ഓടിപ്പോക്കോളും കേട്ടോ. അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം, അതായത് അന്നത്തെ കഞ്ഞിവെള്ളമല്ല, 2-3 ദിവസം പുളിപ്പിച്ചതിന് ശേഷമുള്ള കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അടിപൊളി ഒരു കീടനാശിനിയാണ്. പക്ഷെ പുളിക്കണം, നല്ലവണ്ണം പുളിച്ചാൽ മാത്രമേ ഒരു നല്ലൊരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളവും ഈ ഒരു കായപ്പൊടിയും കൂടെ നല്ല ഒന്നാന്തരം ഒരു കീടനാശിനിയായിട്ട് നമുക്ക് കെമിക്കൽ ഇല്ലാത്തൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് പച്ചക്കറി തൈകൾക്കും ഒരുപാട് നല്ലതാണ്. പച്ചമുളക്, വെണ്ടയ്ക്ക, അങ്ങനത്തെ ഉള്ള പച്ചക്കറി തൈകളില്ലേ, എല്ലാ പച്ചക്കറി തൈകൾക്കും ഇത് നമുക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് 1 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളവും 3/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് 1 ലിറ്റർ മിച്ചം വെള്ളമുണ്ട് കേട്ടോ. 1 ലിറ്റർ കറക്റ്റ് വെള്ളം എടുത്താൽ 1 ലിറ്റർ മിച്ചം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം കറക്റ്റ് 1 ലിറ്റർ വെള്ളം എടുത്താലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും നമ്മൾ വെള്ളം കൂടുതൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമുക്കൊരു കീടനാശിനിയായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് മൂടി വെക്കുക. ഒരു 1/2 മണിക്കൂറോളം നമ്മളിതൊന്ന് മൂടി വെക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പ്രെയറിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് ഇതുപോലെ ഇതിൽ കറുത്ത മുട്ടുകളൊക്കെ ചിലപ്പോൾ കാണും, ഇല മുരടിച്ച് നിൽക്കുന്ന റോസാ ചെടികളിലൊക്കെ കാണും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കരിഞ്ഞ മുട്ടുകളൊക്കെ പോലെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വേഗം തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെ അതിൻ്റെ പുറത്തോട്ട് കൊണ്ട് ഓടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. എല്ലാ ഭാഗങ്ങളും കറുത്ത ഇലകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം, മുരടിച്ച ഇലകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം, പുഴു തിന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം 2 ദിവസം കൂടുമ്പം ഒന്നിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കൂടുമ്പോൾ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 വട്ടം 2 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. അതിൽ റോസയൊക്കെ ആണെങ്കിൽ അതിൽ നിറച്ച് പുതിയ തളിർപ്പുകൾ ഉണ്ടായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അതിൽ നിറയെ പൂക്കളും മുട്ടുകളും നിറയാൻ സഹായിക്കുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ മാറി മാറി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ റോസാ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും പുതിയ തളിർപ്പുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി തൈകൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.